ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് താളിൻ്റെ ഇലയുടെ മൂടയാണ്. അതിന് ഇത് താളിൻ്റെ ഇലയാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പക്ഷേ ഇതിന് വെള്ളപ്പശയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം മുറിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡത്തെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ച് കൊടുക്കുക. അതിന് വേറെ വേണ്ട സാധനം എന്തൊക്കെയാ വെച്ചാൽ, ഇപ്പോൾ ഇത് ഇലയാണ്, വാഴ ഇലയാണ്. അത് കൊടി ഇല വേണം. കൊടി ഇലേൻ്റെ നല്ല പാല് കഴുകി വൃത്തിയാക്കി ഞാനത് വാട്ടി വെച്ചതാണ്. ഇത് പുഴുങ്ങലരിയാണ്. ഇത് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച പുഴുങ്ങലരി. ഇതിലൊരു 7 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനാക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു 7 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിനിപ്പോൾ ഇത് നന്നായി മുതിയാൻ പാടില്ല. ഒരു 3 കഷ്ണമോ 4 കഷ്ണമേ ആവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം. ഇതിന് വേറെ സാധനം ചേർക്കാനുണ്ട്, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം അരച്ചത്. ഇത് ലാസ്റ്റ് പ്രാവശ്യം അരക്കുന്നതാണ്. അപ്പോൾ അതിന് വേറെ ഇടേണ്ട സാധനം എന്ന് വെച്ചാൽ, ഇത് മല്ലിപ്പൊടിയല്ല, മല്ലിയാണ്. ഇത്ര നമ്മൾ കയ്യിൽ ഇത്ര എടുക്കുന്ന അത്ര മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ പുളി കുറച്ച് കൂടുതൽ തന്നെ പുളി ഇടണം. എന്ന് വെച്ചാൽ താഴെ ഇല അതുകൊണ്ട് നമുക്ക് ചൊറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുളി ഒരിക്കലും മറക്കാൻ പാടില്ല ഇടുന്നത്. പുളി, പിന്നെ ഒരു 7-8 വറ്റൽമുളക്, ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂട്ടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇല ഇടാനുണ്ട്, ഇതിലേക്ക് താളിൻ്റെ ഇല ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമായിട്ടുള്ള കുറച്ച് തിക്നെസ്, ഈ തിക്നെസ്സിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് താളിൻ്റെ ഇല ഇട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സാക്കണം. അല്ലെങ്കിൽ അത് ഈ പുളിയെല്ലാം ഇട്ടത് ഈ താളിൻ്റെ ഇലയായിട്ട് നല്ല രീതിക്ക് മിക്സായാൽ ചൊറിയാണ്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു ഇല ഇങ്ങനെ വെക്കാം. അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് താളിൻ്റെ ഇല അരച്ചെടുക്കുന്നതല്ല, ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ വലിയ ഇലയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്തായാലും ഇത് കുറച്ച് വെച്ചാലും കൂടുതലിട്ടാലും 1 മണിക്കൂർ വേവാൻ വേണ്ടിയിട്ട് വെക്കണം. ആവിയിൽ വേവാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മടക്കുന്നത് ഇത് ഒരു സൈഡിലേക്ക്, എന്നിട്ട് ഇത് അടുത്ത സൈഡിലേക്ക്, പിന്നെ ഇതുപോലെ മടക്കി ആവിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിതെല്ലാം ബാക്കിയുള്ള എല്ലാം ചെയ്യട്ടെ. ഇതുപോലെ ആവിൽ വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇത് തിളച്ചതിന് ശേഷം ഒരു 3/4 മണിക്കൂർ വേവാൻ വേണ്ടി വെക്കണം. നമ്മൾ താളിൻ്റെ ഇല മൂട റെഡി ആയി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചോറ്
നല്ല ചൂട് മൂട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ചൂടോടെ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ അതല്ലാതെ നമുക്ക് ഇതിനെ ഉപ്പുമാവല്ലാക്കില്ലേ, അതുപോലെ ഉപ്പുമാവാക്കാം. ഉപ്പുമാവ് ആക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.